ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. السلام عليكم ورحمة الله. الحمد لله رب العالمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സനാബിൽ ഖുർആൻ പഠന ഗ്രൂപ്പിലെ അംഗങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഈ ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു വോയിസ് മെസ്സേജ് അയക്കുന്നതിൽ. വളരെ കാലമായി ഒരു സഹോദരൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കണം, ലൈവായി വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ ജോലിയുടെ ഒരു ഭാരവും തിരക്കൊക്കെ കാരണമായി അത് അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് സംസാരിക്കാനും കണ്ടുമുട്ടാനുമൊക്കെ തൗഫീഖ് നൽകിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അള്ളാഹു ഈ മഹാ ഉദ്യമം നമുക്ക് ഏറ്റവും ഫضലും ബർക്കത്തുമുള്ളതാക്കി തെരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലൊരു പ്രവർത്തനമില്ലല്ലോ. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്നതും ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതുമൊക്കെ. സത്യത്തിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം, ഇതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട്, നേരെ വിരുദ്ധമായ ഒരു ചേരി. ഖുർആൻ ഇല്ലെന്ന് മാത്രമല്ല, ഖുർആനിന് വിരുദ്ധമായതാണ് അവരുടെയൊക്കെ ജീവിതത്തിലുള്ളത്. നമ്മിൽപ്പെട്ട പലരും ഒരുപക്ഷെ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നേക്കാം. അതാണ്. എന്നിട്ട് എവിടെ എത്തുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് അത്തരം തിന്മകളുടെ വ്യാപനത്തിനാണ്. ഇമാം ഷാത്തുബി റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് ഇങ്ങനെയാണ്: طوبى لمن مات وماتت معه ذنوبه والويل الطويل لمن يموت وتبقى ذنوبه 100 سنة و200 سنة يعذب بها في قبره ويسأل عنها إلى انقراضها. അഥവാ മരിക്കുമ്പോൾ തൻ്റെ തിന്മകളും കൂടെ മരിച്ചു തീരുന്നവന് മംഗളം. طوبى لمن مات وماتت معه ذنوبه. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തിന്മകളും അങ്ങോട്ട് മരിച്ചു പോകുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എന്നാൽ വൽവൈലു ത്വീൽ, മരിച്ച ശേഷവും 100-200 വർഷങ്ങൾ തൻ്റെ തിന്മകൾ അവശേഷിക്കുകയും അവ നശിച്ചു തീരുവോളം ഖബറിൽ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവന് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന നാശം. യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിലുള്ളത് ഇതാണ്. എത്രയോ മനുഷ്യന്മാർ മരിച്ചു പോകുന്നതൊക്കെ ഇത്തരം പുതിയ പ്ലാറ്റ്ഫോമുകൾ വന്നതുകൊണ്ട് ആ പ്ലാറ്റ്ഫോമുകളിൽ അവരവശേഷിപ്പിച്ച തിന്മയുമായാണ്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്പ്രെഡ് ചെയ്ത് എത്ര ആളുകളിൽ എത്തുന്നുവോ അത്രയും സുബ്ഹാനല്ലാഹ് നമുക്ക് ഖബറിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഖുർആൻ പഠിക്കുന്നവരെന്ന നിലക്ക് ഇതിൽ നിന്നെങ്കിലും രക്ഷപ്പെടുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇനി അതിൻ്റെ പോസിറ്റീവ് സൈഡ് ആലോചിച്ച് നോക്കൂ. എത്ര മനോഹരമായിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചതും ആളുകളെ പഠിപ്പിച്ചതും നമ്മൾ ഫോർവേഡ് ചെയ്തതും ഒക്കെ ആയിട്ട് എത്രയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഖബറിൽ അത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകുക. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒരു മഹാ സൽപ്രവർത്തനമാണ്. ഇവിടേക്ക് മാത്രമല്ല, ഇവിടെയും അതിൻ്റെ ബർക്കത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഖുർആൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഖുർആൻ ദുനിയാവിലേക്ക് ആഖിറത്തിലേക്ക് മാത്രമല്ല, ദുനിയാവിലും ഖുർആൻ്റെ ബർക്കത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, ഇതൊരു വലിയ സംഭവമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ രണ്ടാമതൊരിക്കൽ കൂടി സംഭവിക്കില്ലെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഇപ്പം ഞാനുള്ള ഈ നിമിഷം ഉണ്ടല്ലോ, ഇത് രണ്ടാമത് വരില്ല. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സനാബിൽ ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷം എനിക്ക് തിരിച്ചു വരില്ല. ഓരോന്നും അങ്ങനെയാണ്. ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച പലതും ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്ക് ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ നമ്മൾ തുടങ്ങും, നമ്മളെ ആസ്വദിക്കാൻ തുടങ്ങും. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി. അത് ഈ നിമിഷത്തിൻ്റെ സവിശേഷതയാണ്. തൊട്ടടുത്ത നിമിഷം ചിലപ്പോൾ മാറാം. അപ്പോൾ ഈ നിമിഷത്തെ നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കണം, ആസ്വദിക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് സന്തോഷമുണ്ടാവുക. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിനെ നാം പഠിക്കേണ്ടത്, അതിനെ വായിക്കേണ്ടത്, അതിനെ
മനസ്സിലാക്കേണ്ടത്, അതിനെ കേൾക്കേണ്ടത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ കേവലം മനുഷ്യ ശരീരത്തിലെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചത് നബിയുടെ ഏതെങ്കിലും ബാഹ്യമായ അവയവത്തിലേക്കായിരുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എവിടെയാണോ അല്ലാഹു തആല ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചത്, അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട യഥാർത്ഥ അവയവം. അതേതാ? സൂറത്ത് ബഖറയിലെ 97-ാമത്തെ വചനത്തിൽ കാണാം, ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. നോക്കൂ, ശ്രദ്ധിക്കണം. ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക. ഫഇന്നഹു, നിശ്ചയമായും അവൻ, നസ്സലഹു അത് ഇറക്കിത്തന്നത് അലാ ഖൽബിക, നിന്റെ ഖൽബിലേക്കാണ്. ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് ഖൽബിലേക്കാണ്. ഖൽബാണ് അതിൻ്റെ സ്ഥലം, അല്ലേ? അതുപോലെ തന്നെ സൂറത്ത് ശുഅറ 26-ാമത്തെ അധ്യായം 194-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. നസല ബിഹി റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ അഥവാ ജിബ്രീൽ അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. എവിടേക്ക്? അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ, നബിയുടെ ഖൽബിൽ, നബിയുടെ ഹൃദയത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സ്ഥലം ഏതാ? ഖൽബാണ്. അതാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഖൽബാണ് ഇതിൻ്റെ ഒറിജിനൽ സ്ഥലം. അതുകൊണ്ട് നമ്മുടെയും ഖൽബിലേക്കായിരിക്കണം നമ്മളിത് ഇറക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സംസാരം, ഈ സംസാരം ഖൽബിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഖൽബിലേക്ക് കിട്ടിയാൽ മാത്രമേ സഹോദരന്മാരെ ഇത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഖുർആൻ മാത്രമല്ല, ഏതൊന്നിനെ നാം ഖൽബ് കൊണ്ട് സ്വീകരിക്കുന്നുവോ അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, ആസ്വാദനങ്ങൾ കിട്ടും. ഒന്ന് നോക്കൂ, കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം ഹൃദയം കൊണ്ട് കാണാൻ ശ്രമിച്ചു നോക്കൂ. അപ്പോൾ സത്യത്തിൽ കണ്ണുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്ത പലതിനും ഹൃദയം കൊണ്ട് കാണുമ്പോൾ ഭംഗി കിട്ടും, അല്ലേ? ഉദാഹരണം പറയണം ഞാൻ. ഒരു കറുത്ത എന്തെങ്കിലും സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ചില ആളുകൾക്കൊന്നും ആ കറുത്ത സ്ത്രീ അല്ലെങ്കിൽ കറുത്ത പുരുഷനെ കണ്ടാൽ ഒരു സൗന്ദര്യവും അനുഭവപ്പെടില്ല, ഒരാസ്വാദനം ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്കൊരു കറുത്ത മകനുണ്ടായി, ഉദാഹരണം, അല്ലെങ്കിൽ മകളുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മകനെ കാണുക, എൻ്റെ മകളെ കാണുക ഹൃദയം കൊണ്ടാണ്. സ്വാഭാവികമായി എനിക്കതിൽ ഭംഗി ദർശിക്കാനാണ്. ഓരോന്നും അങ്ങനെയാണ്, ആസ്വാദനവും അങ്ങനെയാണ്. നമ്മൾ കേവലം ചെവി കൊണ്ട് കേട്ടാൽ അത് ചിലപ്പോൾ നമുക്ക് ഒരു പരിവരുത്ത ശബ്ദം, ഒരു സുഖല്ല എന്നൊക്കെ പറയും. നേരെ നിങ്ങൾ ആലോചിക്കും, ആ കേൾക്കുന്നതിനെ ഹൃദയം കൊണ്ട് കേൾക്കാൻ ശ്രമിച്ചാലോ അതിൽ നമുക്ക് ആസ്വാദനം അനുഭവപ്പെടും, അല്ലേ? ആലോചിക്കണം, നമ്മൾ ശരിക്കും ആലോചിക്കണം. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ഖൽബുമായാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ബന്ധം. അതാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നോക്കൂ, വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഖുർആൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സൂറത്ത് മുഹമ്മദ് 47-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ തദബ്ബുർ ചെയ്യുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഹൃദയത്തിന്മേൽ പൂട്ടുകളിട്ടിരിക്കുകയാണോ? അപ്പോൾ മനസ്സിലായില്ലേ, ഖുർആൻ തദബ്ബുർ ചെയ്യേണ്ടത്, ഖുർആൻ പഠിക്കേണ്ടത്, മനനം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഹൃദയം കൊണ്ടാണ്. എന്നിട്ട് ചോദ്യം എന്താ? ഹൃദയത്തിന് പൂട്ടിട്ടിട്ടാണോ? എന്തുകൊണ്ടാണ് ഖുർആനിനെ നമുക്ക് ജീവിതത്തിൽ വരുത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് പഠിച്ചതുപോലും പ്രവർത്തിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഖുർആൻ നമുക്ക് ആ രീതിയിൽ ഉപകാരപ്പെടാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഖുർആൻ, നോക്കൂ, എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയും ഖുർആൻ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിക്കാനുള്ള പ്രകാശമാണ്, അല്ലേ? സൂറത്ത് ഇബ്രാഹിം തുടങ്ങണത് അങ്ങനെയാണ്. പക്ഷെ എന്തേ നമ്മൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ? അതിൻ്റെ കാരണം ഇതാണ്, വെളിച്ചം കാണേണ്ടത് ഹൃദയം കൊണ്ടാണ്. ആ ഹൃദയത്തിൽ നമ്മൾ പൂട്ടിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സഹോദരന്മാരെ, ഹൃദയം കൊണ്ട് ഖുർആനിനെ പഠിക്കാൻ, ഹൃദയം കൊണ്ട് ഖുർആനിനെ കേൾക്കാൻ, ഹൃദയം കൊണ്ട് ഖുർആനിനെ വായിക്കാൻ. അതൊരു വചനം മതി, ഒറ്റ വചനം പഠിച്ചാൽ മതി, ഒറ്റ വചനം മതി. അത് നമുക്ക് ഭയങ്കരമായ വെളിച്ചം നൽകും, പ്രകാശം നൽകും, ആസ്വാദനം നൽകും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് പഠിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ മഹാ അത്ഭുതം സംഭവിക്കും. അത്ഭുതം സംഭവിക്കും. യഥാർത്ഥത്തിൽ ഒരു സംഗതി കൂടി പറഞ്ഞ് ഞാനതിലേക്ക് വരാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൃഷിക്കാർ ഉണ്ടാവും ഈ കൂട്ടത്തിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ. കർഷകർ
ഒരു ചെടിക്ക് അല്ലെങ്കിൽ കൃഷിക്ക് നൽകുന്ന വളത്തിൻ്റെ ഫലം അത് വെളിപ്പെടുന്നത് എപ്പോഴാണ്? വിളവെടുപ്പിൽ അല്ലേ? അപ്പോഴാണ് ഇന്ന വളാണല്ലേ ഇട്ടിരുന്നത് എന്ന് പറയാം അല്ലേ? അതുപോലെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് നമ്മൾ വായിക്കാറുണ്ട് ഖുർആനിൽ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുക. അതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളല്ലാതാക്കി മാറ്റുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. നമുക്കറിയാലോ, ഞാൻ വിശദീകരിക്കണ്ട. അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ സവിശേഷത അതാണല്ലോ. എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എത്ര സ്ഥലത്താണെന്ന് ആലോചിച്ചു. ഭയങ്കര അത്ഭുതമല്ലേ യഥാർത്ഥത്തിൽ അത്? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ആരാണത്? ആരാണ് സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണത്? അത് നമ്മളല്ലേ? അല്ലേ? ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എൻ്റെ ഹുദയെ ആരെങ്കിലും ഫോളോ ചെയ്താൽ അതേതാ? എൻ്റെ ഹുദ അത് ഖുർആനല്ലേ? അല്ലേ? അപ്പോൾ അവർക്ക് എന്തില്ല? ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്ക് ഭയമില്ല, ദുഃഖമില്ല. ഈ ഖുർആൻ നോക്കൂ, ഖുർആനിൻ്റെ ആ വിളവെടുപ്പ് എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക? ഖുർആൻ പഠിച്ച് മാർക്ക് കിട്ടുമ്പോഴല്ല, നേരെ മറിച്ച് ജീവിതത്തിലെ പച്ചയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എത്ര വലിയ പ്രശ്നം വന്നിട്ടും എന്തില്ല? നമുക്കൊരു ഭയമില്ല, ഒരു ദുഃഖമില്ല. കാരണം എന്താ? ഇന്നല്ലാഹ മഅനാ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹുവിൻ്റെ സംസാരം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു പഠിക്കണം? അല്ലേ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നമ്മളല്ലേ ഇത്? നമ്മളെ എത്ര സ്ഥലങ്ങളിലാണ് സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പരിശോധിച്ചാൽ 11ഓളം സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ അംഗമായതിൻ്റെ ഫലം നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുമായി നാം അഭിമുഖീകരിക്കുമ്പോൾ, സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മളെ വീഴ്ത്താത്ത ഒരു മഹാപുരോഗതിയിലേക്ക് നമ്മൾ എത്തണം. ദുഃഖവും സങ്കടമൊക്കെ ഉണ്ട്, അതെന്തിനുള്ളതാ? അത് നമ്മൾ ദുഃഖിച്ച് വിഷണ്ണരായി നിർവീര്യമായി ഇരിക്കാനുള്ളതല്ല. അതിനുള്ളതല്ല. ദുഃഖം എന്തിനാന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെ മഹത്വം മനസ്സിലാകേണ്ടത്, സന്തോഷത്തിൻ്റെ മഹത്വം മനസ്സിലാകേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതിനുള്ള ദുഃഖം, അല്ലാതെ നമുക്ക് ദുഃഖിച്ചിരിക്കാനുള്ളതല്ല. അല്ലല്ല. നിങ്ങൾ അനുസരിച്ചു പേടിപ്പിക്കേണ്ട എത്ര രംഗങ്ങളാ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ വന്നത്? അവർ പേടിച്ചോ? എവിടെയും പേടിച്ചില്ല. അല്ലേ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം എത്ര ശക്തമാണെന്ന് ആലോചിച്ചു. പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലേ എത്ര ശക്തമായിരുന്നത്? മുമ്പിൽ ആർത്തലച്ചു വരുന്ന സമുദ്രം, പിന്നിൽ ഫറോവയുടെ കിങ്കരന്മാർ. എന്നിട്ടോ പേടിച്ചു? പേടിച്ചില്ല എന്ന് മാത്രമല്ല, അതിശക്തമായ വാചകല്ലേ പറഞ്ഞേ. അതാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒരു വല്ലാത്ത സമാധാനമുണ്ട്, ദുഃഖമില്ല. ആരെങ്കിലും പേടിപ്പിച്ചാൽ പോലും, ആരെങ്കിലും ദുഃഖിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ ഉള്ളിൽ ഖുർആൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഈ വിശ്വാസം അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളും പറയും ഖല്ലാ ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സൗഭാഗ്യവന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ ഈ രീതിയിൽ ഫലം ചെയ്യുന്ന ഭാഗ്യവാന്മാരിലേക്ക് എത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അതാണ് വേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മളെല്ലാവരും വിജയിക്കേണ്ടത്. അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഈ ക്ലാസ്സൊക്കെ നമുക്ക് വല്ലാത്ത ഒരു അനുഭവമായി മാറും. നമുക്കത് പെട്ടെന്ന് പരിശോധിച്ച് നോക്കാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തോന്നുന്നത് എന്താണ്? ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം. ആ പരിശ്രമത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ? അല്ല, നമ്മൾ സാധാരണ പറയില്ല, കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഖുർആൻ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഭയങ്കരമായ ത്യാഗം ചെയ്യുന്നു. അങ്ങനെയാണ് സഹോദരന്മാരെ. ഈ കഷ്ടപ്പെട്ട് എന്നല്ല നമ്മൾ പറയേണ്ടത്, സന്തോഷത്തോടു കൂടി ഹൃദയം കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാതെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരുന്നു.
എത്ര സമയവും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിക്കൂലേ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇരുത്തം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സംസാരം, അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൽ, അദ്ദേഹത്തിൻ്റെ കൂടെ തമാശ പറയൽ, എന്തായിരിക്കും? എത്ര സമയം നീണ്ടാലും നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ചിലപ്പോൾ രാത്രി പാതിരായിണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടാവില്ല. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണം അനുഭവപ്പെടില്ല. എന്താ കാരണം? സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനെ കാണാനുള്ള വല്ലാത്ത ഇമ്പമാണ്. ഇപ്പോൾ പ്രവാസികൾ ആയ മക്കൾ വിദേശത്തു നിന്നൊക്കെ വരുന്ന രക്ഷിതാക്കളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പ്രായമായ രക്ഷിതാക്കൾ എയർപോർട്ടിലൊക്കെ എത്രയോ സമയമായിട്ട് കാത്തു നിൽക്കുകയായിരിക്കും. അവർക്ക് കാലിന് കടച്ചിലും വേദനയൊക്കെ ഉള്ളവരാണ്. ഒരു നൃത്തങ്ങനെ നിൽക്കും. വിമാനം എത്ര വൈകിയാലും എത്ര നേരം വൈകിയാലും വേദനയില്ല, പ്രയാസമല്ല, ഒന്നുമില്ല. എന്താ കാര്യം? ആ മകനെ കാണാനുള്ള അങ്ങേയറ്റത്തെ ആഹ്ലാദമാണ്, സന്തോഷമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പഠിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഖുർആനെ സമീപിക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ, ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, ഖുർആനിൻ്റെ ഇത്തരം സദസ്സുകളിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്? സന്തോഷമാണ്. അവിടെ സന്തോഷം നിറക്കാൻ നമ്മൾ ശ്രമിക്കണം. അവിടെ സന്തോഷമാണെങ്കിൽ നമുക്ക് ബോധ്യമാകും ഖുർആൻ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് അവിടെ കഷ്ടപ്പാടാണോ, പ്രയാസമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ത്യാഗമാണോ? അപ്പം മനസ്സിലാക്കണം, എന്തോ പ്രശ്നമുണ്ട്. ഹൃദയമായിട്ട് ഇത് ചേരണില്ല, എൻ്റെ ഹൃദയവുമായിട്ട് ഇത് ചേരണില്ല. അവിടെയാണ് നമ്മൾ ഗൗരവത്തോടു കൂടി ആ ഹൃദയത്തിലേക്ക് നോക്കി ആ ഹൃദയത്തെ ചികിത്സിക്കാൻ സന്നദ്ധമാക്കണം. ഹൃദയത്തിനകത്ത് സഹോദരന്മാരെ ഒരുപാട് രോഗാണുക്കളുണ്ട്, ഒരുപാട് വൈറസുകളുണ്ട്. ഈ ഖുർആൻ ചെന്നാൽ പെട്ടെന്ന് ഖുർആനെ നശിപ്പിച്ച് കളയുന്ന തരം വൈറസുകൾ ഹൃദയത്തിനകത്ത്. ഇപ്പോൾ ഈ വൈറസുകളുടെയൊക്കെ കാലമാണല്ലോ, പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതെ, നമ്മുടെ ഫോണിനകത്തൊക്കെ പല വൈറസുകളും വരുമ്പോൾ എന്ത് നമ്മൾ ഫോണിൽ കയറ്റിയാലും പെട്ടെന്ന് അടിച്ചു പോകും. സോ അതുപോലെ നമ്മുടെ ഹൃദയം ഒരു വളരെ കൃത്യമായി ഹൃദയം ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് വൈറസുകൾ കടന്നുപോകും. ആ വൈറസുകളുടെ പ്രത്യേകത, നല്ലത് എന്ത് വന്നാലും അത് അടിച്ചു പോകും. അപ്പം അതുകൊണ്ട് അത്തരം വൈറസുകൾ ഹൃദയത്തിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് അത്തരം വൈറസുകൾ. അതിൽ കോപമുണ്ട്, ദേഷ്യമുണ്ട്, അസൂയയുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, ഏഷണയുണ്ട്, പരദൂഷണമുണ്ട്, ഒരുപാട് അനാവശ്യമായ ചിന്തകളുണ്ട്. ഇതിൽ നിന്നൊക്കെ മുക്തമാക്കണം നമ്മുടെ ഹൃദയത്തെ. നിങ്ങൾ ആലോചിച്ചു, ഒരാളോട് പോലും വെറുപ്പില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകണം. വ്യക്തികളെ വെറുക്കാൻ നമുക്ക് പാടില്ല. ആ വ്യക്തി ചെയ്യുന്ന തിന്മയെ നമുക്ക് വെറുക്കാം. ആ വ്യക്തി നല്ലതാണ്, കാരണം അവനെ ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ആണ് അവനെ നിങ്ങൾ നന്നാക്കാൻ വേണ്ടി സമീപിക്കുന്നത് പോലും അങ്ങനെയായിരിക്കണം. അവൻ നല്ലതാണെന്ന ചിന്തയോടുകൂടിയായിരിക്കണം. അതാണ് നമ്മളൊക്കെ നല്ലവരാണ്, എല്ലാവരും നല്ലവരാണ്. ചീത്തയായി ആരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. യൂലദു അലൽ ഫിത്ര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫിത്രത ശുദ്ധ പ്രകൃതിയാണ്. ശുദ്ധ പ്രകൃതിയിലേക്ക് സുബ്ഹാനല്ലാഹ് ഖുർആൻ എത്തും. സഹോദരന്മാരെ, ഖുർആൻ എത്തും. ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം. അള്ളാഹുവിൻ്റെ ഫിത്രത്തിന്, അള്ളാഹുവിൻ്റെ ഖൽഖിലുള്ള സൃഷ്ടിപ്പിലുള്ള ഫിത്രത്തിന്, ശുദ്ധ പ്രകൃതിയെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അതാണ് യഥാർത്ഥ ദീൻ. അതിലേക്കാണ് നാം എത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. അപ്പോൾ ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു ഡ്യൂട്ടിയുടെ ഇടയിലാണ്. അപ്പം പിന്നെ നിസാർ സാഹിബ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. ഇത് ഇങ്ങനെ പിന്നെ റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നേരത്തെ റെക്കോർഡ് ചെയ്യായിരുന്നു. ഞാനിത് അദ്ദേഹം ലൈവ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് ആ സമയത്ത് സംസാരിക്കണമെന്ന്. എനിക്ക് രാത്രി ചെയ്യാവുന്ന സംഗതിയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖുർആൻ ഈ രീതിയിൽ നമുക്ക് ഹൃദയം കൊണ്ട് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയണമെങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നാമത്തേത്, ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള എനിക്ക് പ്രത്യേകമായുള്ള ഒരു മെസ്സേജാണ് എന്ന ഉറപ്പ് എനിക്കുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ ഈ വാട്സപ്പിൽ പേഴ്സണലായി ഒരു മെസ്സേജ് വന്നാൽ, ഗ്രൂപ്പിലല്ല, പേഴ്സണലായി വ്യക്തിപരമായി എനിക്കൊരു മെസ്സേജ് വന്നാൽ ഞാനത് വേഗം നോക്കും. കാരണം എന്താ, ആരാണോ അയക്കുന്നത് അദ്ദേഹം എന്നെ ഉദ്ദേശിച്ച് അയച്ചതാണ്. അപ്പോൾ ഞാൻ നോക്കണം. ഖുർആനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പാണ് ആദ്യം വേണ്ടത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഒരു പേഴ്സണൽ മെസ്സേജാണ്. ആ പേഴ്സണൽ മെസ്സേജ് അത് ഖുർആൻ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം ഏതാ? സൂറത്തുൽ കൗസർ അല്ലേ? വായിച്ച് നോക്കൂ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. സുബ്ഹാനല്ലാഹ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഞാനിതാ നിനക്ക് അൽ കൗസർ തന്നിരിക്കും, ധാരാളം തന്നിരിക്കും. ആരാ നീ? നമ്മൾ പറയും നീ എന്ന് പറഞ്ഞാൽ തഫ്സീറിലൊക്കെ കാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, നബി മരിച്ചു പോയില്ലേ? നമ്മളതിൽ ഇപ്പോൾ ഖുർആൻ വായിക്കണം. അപ്പോൾ നീ ആരാ? ആരാ? ഞാനും നിങ്ങളും. നമുക്ക് ഉറപ്പ് വേണം ഈ മെസ്സേജ് എനിക്കുള്ള. ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ, അപ്പോൾ കാണാൻ സാധിക്കും എനിക്ക് അള്ളാഹു എത്രയോ തന്നു. ഞാനൊന്നുമില്ലാത്ത ആളായിരുന്നു, എത്രയോ തന്നു. നോക്കൂ, വെറും കൈയോടല്ലേ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്നത്? എത്രയോ തന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ.
ഒക്കെ എന്താ ഫസല്ലി, അതുകൊണ്ട് നീ സ്വലാത്ത് നിർവഹിക്കണം, ലി റബ്ബിക, നിന്റെ റബ്ബിന്. നോക്കൂ, നീ നിർവഹിക്കണം. വൻഹർ, നീ നെഹർ നടത്തണം, അറുവ് നടത്തണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നോക്കൂ എത്ര മനോഹരമാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഖുർആൻ എന്നത് അള്ളാഹു എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് മെസ്സേജുകളാണ്, പേഴ്സണൽ മെസ്സേജുകളാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഖുർആനിലെ ഏത് വചനം നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ നഫ്സുമായും ഖൽബുമായും നാം സംസാരിക്കണം. ഇപ്പോൾ ഉദാഹരണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം സംസാരിക്കണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു എനിക്ക് എന്തുമാത്രം നിഅമത്തുകൾ നൽകി, എന്തുമാത്രം വഹാബായ റബ്ബ് എനിക്ക് നൽകിയ നിഅമത്തുകൾ, എങ്ങനെയാണ് ആ നിഅമത്തുകൾക്ക് ഞാൻ ശുക്ർ പറയുക, നന്ദി പറയുക. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുബ്ഹാനല്ലാഹ്, അതിനോട് നമ്മൾ പ്രതികരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഒരു ചെറിയ വാചകമല്ല, അതാണ് ഏറ്റവും മനോഹരമായ ഖുർആനിലെ വചനം, ഏറ്റവും മനോഹരമായ ഖുർആനിലെ വചനം. ആ വചനമില്ലായിരുന്നുവെങ്കിൽ വിശ്വാസികളെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് മറുപടി പറയാൻ അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സഹോദരന്മാരെ, ഖുർആനിൽ ഓരോ നന്മകളിലൂടെ കടന്നു പോകുമ്പോഴും, ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങളിലെ നന്മകളിലൂടെ കടന്നു പോകുമ്പോൾ, കാരുണ്യങ്ങളിലൂടെ, റഹ്മത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, കൊതിക്കണം. അങ്ങനല്ല, ചില പരസ്യം കാണുമ്പോൾ നമുക്ക് കൊതി ഉണ്ടാവില്ലേ? പക്ഷേ ഖുർആൻ വായിച്ചപ്പോൾ എപ്പോഴെങ്കിലും കൊതി വന്നിട്ടുണ്ട്? കൊതി വരും, ഭയങ്കരമായി കൊതി. അതേപോലെ നേരെ തിരിച്ചും, ശിക്ഷകളിലൂടെ, ഖുർആനിക വചനങ്ങളിലുള്ള ശിക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നരകത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, നരകത്തിലുള്ള പ്രയാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഖൗഫ് ഉണ്ടാകണം. അതുകൊണ്ട് എന്താ ഖൗഫ് പറഞ്ഞാൽ അതും കൂടി മനസ്സിലാക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നത് കൂടി പറഞ്ഞു. ഖൗഫ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പേടിയല്ല. പേടി എന്ന് പറഞ്ഞാൽ അതെന്താ? എനിക്ക് പാമ്പിനെ പേടിയാണ്, സിംഹത്തെ പേടിയാണ്, അതല്ല ഖൗഫ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ മബദ്ദത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ശിക്ഷ വരിക. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നരകത്തിലേക്ക് പോകേണ്ടി വരിക. അതാണ് ഭയം, ആ ഖൗഫ് ഉണ്ടാകും. സഹോദരന്മാരെ, ഈ രീതിയിൽ ഖുർആനിനെ സമീപിക്കാൻ എല്ലാവരും തയ്യാറാവുക. ഈ രീതിയിൽ ഖുർആനെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അഹ്ലുൽ ഖുർആനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു. റബ്ബുൽ ഇസ്സത്ത് ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ച ഓരോ നിമിഷവും നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന വലിയൊരു അമലാക്കി നമുക്ക് മാറ്റി തരുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.